മലപ്പുറം കുറ്റിപ്പുറത്ത് ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. ബസ് യാത്രക്കാരായ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. അതിൽ ഏതാണ്ട് എല്ലാവർക്കും നല്ല പരിക്കുണ്ട്. കുറച്ച് ഒരു 3-4 ആൾക്ക് കുറച്ച് ഗുരുതര പരിക്കുണ്ട്. ബാക്കിയുള്ളവർക്ക് അയാള് പന്തീരാങ്കാവ് പെരുവയൽ സ്വദേശിയാണ്. ബസ് ഈ ഇറക്കാണ്, വളവാണ്. അമിത വേഗതയിലാവാൻ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അവിടെ ഇടിക്കണമെങ്കിൽ പുള്ളിക്ക് കൺട്രോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ആ സ്പീഡ് കാരണം ശക്തമായിട്ട് ഇങ്ങോട്ട് വന്നായിരിക്കാനാണ് സാധ്യത. ഈ വണ്ടി ആ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നത്. ആ ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം ആ വണ്ടി നേരെ ഈ സൈഡിലേക്ക് മറിയായിരുന്നു. ആ ഡിവൈഡറിൽ ഇടിച്ചിട്ട് ഇതിൻ്റെ ചേസും രണ്ടും സെപ്പറേറ്റ് ആണ്. അതിൽ ഈ മരണപ്പെട്ട ആളുടെ തല ഇതിലൊരു കുറ്റിയുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ കുറ്റിയിൽ ഇടിച്ചിട്ടാണ് ആളുടെ തല പൊളിഞ്ഞിട്ടുള്ളത്. ബസ് യാത്രക്കാരനാണ്. ആൾ പുറത്ത് വീണ് കിടക്കുകയായിരുന്നു, തല പൊളിഞ്ഞിട്ട്. യെസ്, ജംഷീർ കൊടിഞ്ഞി അപകട വിവരങ്ങൾ നൽകും. ജംഷീർ, ആ ബസ് കണ്ടാൽ തന്നെ അറിയാം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ്, അതായത് ഈ ബസ്സിൻ്റെ ഒരു നടുഭാഗം ഒടിഞ്ഞു പോയതുപോലെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എങ്ങനെ ഇങ്ങനൊരു അപകടം ഉണ്ടായി എന്നുള്ള പ്രാഥമിക നിഗമനങ്ങളാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ പരിക്കേറ്റ യാത്രക്കാർ ഇപ്പോൾ എവിടെയാണ്, അവരുടെ നില എന്താണ്? ജിൽസി, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് തൊട്ടടുത്തായിട്ടുള്ള ദേശീയപാത 6 വരി പാതയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമീപത്ത് പ്രദേശത്ത് ഒരു സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡിൽ നിന്ന് ഒരു വാഹനം ഇങ്ങോട്ടേക്ക് കയറിയതോടുകൂടി അമിത വേഗതയിൽ വരികയായിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ഈ സമയത്ത് മഴയുണ്ടായിരുന്നു. ബ്രേക്ക് ചവിട്ടിയ ഈ ബസ് പെട്ടെന്ന് റോഡിന്റെ സെൻട്രലിലുള്ള ഡിവൈഡറിൽ ഇടിച്ച് പിന്നീട് മീറ്ററുകളോളം ഇപ്പുറത്തുള്ള റോഡിന്റെ വശത്തുള്ള മറ്റൊരു ഡിവൈഡറിലേക്ക് വന്നിടിച്ച് തലകീഴായി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ബസ്സിൽ ഏതാണ്ട് 26ഓളം പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ബസ്സിൽ യാത്രക്കാരെല്ലാവരും ഇരുന്ന് സിറ്റിംഗ് യാത്രക്കാരായിരുന്നു, നിൽക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഈ ബസ് ഈ തലകീഴായി മറിഞ്ഞ് തിരിഞ്ഞുകൊണ്ടാണ് ദേശീയപാതയുടെ ഒരു ഡിവൈഡറിന്റെ ഒരു ഭാഗത്തേക്ക് വന്ന് ഇടിക്കുന്നത്. ആദ്യം നടുക്കിലെ ഡിവൈഡറിൽ ഇടിച്ച് പിന്നീട് തൊട്ടപ്പുറത്തുള്ള റോഡിന്റെ സൈഡിലുള്ള മീറ്ററുകളോളം മാറിയുള്ള മറ്റൊരു ഡിവൈഡറിലേക്ക് വന്നിടിച്ച് ഈ ബസ് പൂർണ്ണമായും തകർന്നത്. 2 ഭാഗമായി 2 കഷ്ണമായി മാറുന്ന, ചേസ് വേറെയും ബോഡി വേറെയുമായി മാറുന്നൊരു സാഹചര്യമായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ് എന്ന ഒരു യാത്രക്കാരൻ കോഴിക്കോട് പെരുവയൽ സ്വദേശിയായി അദ്ദേഹം തെറിച്ച് പുറത്തേക്ക് വീണു. അദ്ദേഹത്തിന്റെ തല സമീപത്തിലുള്ള ഒരു കമ്പിയിൽ ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ എല്ലാവർക്കും പരിക്കുണ്ട്. വിരലെണ്ണാവുന്ന 1-2 ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും പരിക്കുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അവരിപ്പോൾ കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ നിന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ കുറ്റിപ്പുറത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെയൊക്കെ തന്നെ നല്ല പരിക്ക് തന്നെ അവർക്കൊക്കെ ഉണ്ട്. ഡ്രൈവർ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച വൈഷ്ണവിന്റെ മൃതദേഹം ഇപ്പോൾ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഈ റോഡിന്റെ അപാകത, ഈ റോഡിന്റെ അശാസ്ത്രീയതയും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്ന് പറയുമ്പോൾ ഈ ബസ് വലിയ വേഗതയിലായിരുന്നു എന്നതും ഈ അപകടത്തിന് ആക്കം കൂട്ടിയതായി പോലീസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ജിൽസി.